ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 5 ശ്ലോകം 3. एवं च द्विपरार्धकालविगतौ ईक्षां ससृक्षात्मेकां बिभ्राणे त्वयि शुक्षुभे त्रिभुवनि भावाय माया स्वयं मायातः खलु कालशक्तिः अखिला दृष्टं स्वभावः अपि च प्रादुः भूय गुणान् विकास्य विदधुः तस्याः सहायक्रियाम्. एवं ചിത് ലീലയിൽ ലയിച്ചതിനു ശേഷം ച അങ്ങനെ ദ്വിപരാർത്ഥ രണ്ട് പദാർത്ഥങ്ങൾ പരാർത്ഥങ്ങൾ കാല സംവത്സര കാലം വിഗതൗ കടന്നു പോയിട്ട് ഈക്ഷാം ഇച്ഛയോടുകൂടി സിസൃക്ഷാത്മികാം സൃഷ്ടിക്കാനുള്ള ആ ഒരു വ്യഗ്രത ബിഭ്രാണി വരുമ്പോൾ ത്വയി ഭഗവാൻ ചുക്ഷുംഭ ക്ഷോഭിച്ചു നിൽക്കുന്ന അവസ്ഥ ത്രിഭുവനി മൂന്ന് ലോകങ്ങൾ ഭാവായ ആകുവാൻ വേണ്ടി മായ മായാദേവി സ്വയം തന്നെത്താൻ മായ മായാദേവി തഹ അതിൽ നിന്നും കലു തന്നെ കാല കാലതാമസം ശക്തിഹി ശക്തിയും അഖില എല്ലാ വിധത്തിൽ അദൃഷ്ടം സുകൃത് ദുഷ്കൃത രൂപം സ്വഭാവക സ്വഭാവത്തോടു കൂടി അപി അപ്പോൾ ച അങ്ങനെ പ്രാതുഹു ഉണ്ടായി കഴിഞ്ഞത് തെളിഞ്ഞു വന്നത് ഭൂയഹ വന്നത് ഗുണാൻ സത്വഗുണം രജോ ഗുണം തമോ ഗുണം വികാസ്യ വികസിപ്പിക്കുന്നത് വിദധുഹു ചെയ്തുകൊണ്ട് തസ്യാഹ മായാദേവിക്ക് സഹായകരമായി ക്രിയാം നിലകൊള്ളുന്നത്. एवं च द्विपरार्धकालविगता वीक्षां ससृक्षात्मेकां बिभ्राणे त्वयि चुक्षुभे त्रिभुवनि भावाय माया स्वयं मायादः खलु कालशक्तिरखिलदृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधु तस्या സഹായക്രിയാം. അങ്ങനെ ചിത് ലീലയിൽ ഭഗവാനിൽ ലയിച്ചു ഇരിക്കുന്ന ആ ഭക്തന്മാർ അങ്ങനെ രണ്ട് പരാർത്ഥകാലം അങ്ങനെ തന്നെ ലയിച്ചു കൊണ്ട് ഇരുന്നതിന് ശേഷം അവർ പല സംവത്സര കാലവും കഴിഞ്ഞു കടന്നു പോകുന്നു. ഇങ്ങനെ സൃഷ്ടിക്കാനുള്ള ഇച്ഛ എപ്പോഴാണോ വരുന്നത് ഭഗവാന്, അപ്പോൾ ഈ മൂന്ന് ലോകങ്ങളെയും ക്ഷോഭിച്ചുകൊണ്ട് മായാദേവിയെ അതിൽ നിന്ന് തന്നെ കാലത്തെയും ശക്തിയെയും എല്ലാവിധ സുകൃതങ്ങളും ദുഷ്കൃതങ്ങളും ആകുന്ന വിവിധ രൂപങ്ങളെ സ്വഭാവം കൊണ്ട് അപ്പോൾ അവിടെ സൃഷ്ടികർമ്മത്തിൽ ആരംഭിക്കുന്നു. അങ്ങനെ തെളിഞ്ഞു വരുന്ന മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളെയും, അതായത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം, മൂന്ന് ഗുണങ്ങളെയും വികസിപ്പിച്ചുകൊണ്ട് മായാദേവിയുടെ സഹായം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്നത്. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.